ഹായ്, വെൽക്കം ടു പാറൂസ് കൊമേഴ്സ് അക്കാദമി. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധം. അത് പഠിക്കാതെ പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണത്. ഇതിൽ നിന്ന് എസ്സേ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഒന്നാം ലോക മഹായുദ്ധം 1914 4 വർഷം നീണ്ടുനിന്ന അതിഭീകരമായ ഒരു യുദ്ധം യൂറോപ്പിൽ പൊട്ടിപ്പുറപ്പെട്ടു. ഈ യുദ്ധം ലോകത്തിലെ മിക്ക രാഷ്ട്രങ്ങളെയും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അത് ബാധിച്ചിരുന്നു. കരമാർഗവും കടൽമാർഗവും എന്ന പോലെ ആകാശമാർഗവും നടന്ന ആദ്യത്തെ യുദ്ധമായിരുന്നു. അപ്പൊ 1914 4 വർഷം നീണ്ടുനിന്ന അതിഭീകരമായൊരു യുദ്ധം. അത് യൂറോപ്പിലാണ് തുടങ്ങിയത്. മിക്ക ലോകരാഷ്ട്രങ്ങളെയും ഇത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ കോളനിക്ക് വേണ്ടിയുള്ള കിടമത്സരങ്ങൾ. മിക്ക യൂറോപ്യൻ രാഷ്ട്രങ്ങളും ഏഷ്യയിലും ആഫ്രിക്കയിലും കോളനി കൈയടക്കുന്നതിനുള്ള ശ്രമം തുടങ്ങി. അപ്പൊ എന്തിനായിരുന്നു? ആദ്യത്തെ കാരണം കോളനിക്ക് വേണ്ടിയുള്ള കിടമത്സരങ്ങൾ. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഏഷ്യയിലും ആഫ്രിക്കയിലും കോളനികൾ കൈയടക്കുന്നതിന് ശ്രമം തുടങ്ങി. രണ്ടാമത് ആക്രമണോത്സുകമായ ദേശീയത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാജ്യത്തോട് മാത്രം അതിര് കടന്ന സ്നേഹമായിരിക്കും, അന്യരാജ്യങ്ങളോട് വിദ്വേഷവും. അപ്പോൾ സ്വന്തം രാജ്യത്തോടുള്ള അതിര് കടന്ന സ്നേഹം അന്യരാജ്യത്തോടുള്ള വിദ്വേഷവും അസഹിഷ്ണുതയും വർദ്ധിപ്പിച്ചു. ഇതും ഒരു കാരണമാണ്. അടുത്തത് സൈനിക സഖ്യങ്ങൾ. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയും പരസ്പര ഭയവും സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കുന്നത് കാരണമായി. അപ്പോൾ സൈനിക സഖ്യങ്ങൾ ഉണ്ടായപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വന്നു? യുദ്ധങ്ങൾക്കുള്ള കാരണവും വന്നു. അന്താരാഷ്ട്ര പ്രതിസന്ധികൾ. മൊറോക്കോ കൈയടക്കുന്നതിനെ സംബന്ധിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടു. ബാൾക്കൻ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ബാൾക്കൻ പ്രതിസന്ധിയും രൂപപ്പെട്ടു. ഈ രണ്ട് പ്രതിസന്ധികളും ഒന്നാം ലോക യുദ്ധത്തിന് വഴിതെളിച്ചു. അപ്പൊ മൊറോക്കോ പ്രതിസന്ധിയും അതുപോലെ ബാൾക്കൻ പ്രതിസന്ധിയും. ഇനി യുദ്ധത്തിന്റെ ഫലങ്ങൾ നോക്കാം. പല യൂറോപ്യൻ രാജ്യങ്ങളിലെയും രാജവാഴ്ചയുടെ അന്ത്യം കുറിക്കുന്നതിന് ഒന്നാം ലോക മഹായുദ്ധം കാരണമായി. അപ്പൊ പല യൂറോപ്യൻ രാജ്യങ്ങളും രാജവാഴ്ച അവസാനിച്ചു. യുദ്ധാനന്തരം കോളനി വിരുദ്ധ സമരങ്ങൾ പല രാജ്യങ്ങളിലും ആവിർഭവിച്ചു. അതിനുശേഷം ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ ഫലമായിട്ടായിരുന്നു 1917 റഷ്യൻ വിപ്ലവം വന്നു. ജർമ്മനി, ആസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ തകർന്നു. കൂടാതെ നിരവധി സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വന്നു. അപ്പോൾ കുറേതൊക്കെ ആസ്ട്രിയൊക്കെ തകർന്നു, നിരവധി സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വന്നു. യൂറോപ്പ് ദേശീയതയുടെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിക്കപ്പെട്ടു. പിന്നെ സർവ്വരാഷ്ട്ര സഖ്യത്തിന്റെ രൂപീകരണം നടന്നു. ഇനി ഈ ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് വന്ന ദുരന്ത ഫലങ്ങൾ, ഇത് ആ ഒരു പാരഗ്രാഫ് ഓരോ സെന്റൻസ് ആയിട്ട് ഓരോ പോയിന്റ് ആയിട്ട് എഴുതാം നമുക്ക്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം, ലോകം അന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ യുദ്ധമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം. അപ്പോൾ ലോകം അന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിനാശകരം, എല്ലാം നശിപ്പിച്ചു കളഞ്ഞൊരു യുദ്ധമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം. രണ്ടാമത്തെ പോയിന്റ്, പ്രത്യക്ഷമായും പരോക്ഷമായും ഈ യുദ്ധം ലോകത്തിലെ മിക്ക രാജ്യങ്ങളെയും ബാധിച്ചു. ലോകത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ രാജ്യങ്ങളെയും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഈ യുദ്ധം ബാധിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, യുദ്ധത്തിൽ ഏകദേശം 1 കോടിയോളം സൈനികരാണ് കൊല്ലപ്പെട്ടത്. 2 കോടിയിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 1 കോടിയിലധികം പേർ കൊല്ലപ്പെട്ടു, 2 കോടിയിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നെ വന്ന അടുത്ത പ്രോബ്ലം എന്തായിരുന്നു? തൊഴിലില്ലായ്മ, പട്ടിണി, ദാരിദ്ര്യം, പോഷകാഹാരക്കുറവ്, അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള അവസ്ഥകൾ ദൃശ്യമായി. വ്യവസായവും ഗതാഗതവും ഒക്കെ താറുമാറായി. അത് ഒരു പോയിന്റ്. ദെൻ ഭക്ഷ്യോൽപാദനം കുറഞ്ഞു, നാണയപ്പെരുപ്പം വർദ്ധിച്ചു. കൂടാതെ ജീവിത ചെലവ് കുതിച്ചുയർന്നു. അതോടുകൂടി മൊത്തത്തിലുള്ള ജീവിതങ്ങൾ ദുരിതപൂർണമായി മാറി. ഇതൊക്കെ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ദുരന്ത ഫലങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒന്നാണ് സർവ്വരാഷ്ട്ര സഖ്യം. അപ്പൊ എല്ലാ പോയിന്റുകളും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചുരുക്കി എഴുതുക. 1919 പാരീസ് സമാധാന സമ്മേളനത്തിന്റെ പ്രധാന ഉദ്ദേശം ഒരു സർവ്വരാഷ്ട്ര സമിതിയുടെ രൂപീകരണമായിരുന്നു. അപ്പോൾ 1919 ഏത് സമ്മേളനമാണ്? പാരീസ് സമാധാന സമ്മേളനം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം.
അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസന്റെ 14 തത്വങ്ങളിൽ ഒന്നായ ലോകസമാധാനവും സുരക്ഷിതത്വവും എന്ന ലക്ഷ്യം നിറവേറ്റുന്നതിനു വേണ്ടിയാണ് സർവ്വരാഷ്ട്ര സഖ്യം എന്ന സംഘടന രൂപീകൃതമായത്. ഇത് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. സർവ്വരാഷ്ട്ര സഖ്യം അല്ലെങ്കിൽ ആ സംഘടനയുടെ ലക്ഷ്യം എന്താണെന്ന്. എന്തായിരുന്നു ലക്ഷ്യം? അത് അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസന്റെ 14 തത്വങ്ങളിൽ ഒന്നായ ലോകസമാധാനവും സുരക്ഷിതത്വവും എന്ന ലക്ഷ്യം. ഏതാണ്? ലോകസമാധാനവും സുരക്ഷിതത്വം എന്ന ലക്ഷ്യം നിറവേറുന്നതിന് വേണ്ടിയാണ് സർവ്വരാഷ്ട്ര സഖ്യം എന്ന സംഘടന രൂപീകൃതമായത്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. വിവിധ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ സമാധാനപരമായ മാർഗങ്ങളിലൂടെ പരിഹരിക്കുക. വിവിധ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ സമാധാനപരമായ മാർഗങ്ങളിലൂടെ പരിഹരിക്കുക. ദെൻ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സാമ്പത്തികവും സാമൂഹികവുമായ നവീകരണം വളർത്തുക. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സാമ്പത്തികവും സാമൂഹികവുമായ നവീകരണം വളർത്തുക. ദെൻ അംഗരാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക. അംഗരാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക. ഇത്രയൊക്കെയാണ് സർവ്വരാഷ്ട്ര സഖ്യത്തിന്റെ ലക്ഷ്യങ്ങൾ. ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. സർവ്വരാഷ്ട്ര സഖ്യം എന്താണ്, അതേപോലെ തന്നെ അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന്. അപ്പൊ അതും എഴുതാം. 1-ാം ലോക മഹായുദ്ധത്തിന്റെ ഒരു ഭാഗമായിട്ടും ഇത് നമുക്ക് എസ്സേയിൽ എഴുതി ചേർക്കാം. ദെൻ സർവ്വരാഷ്ട്ര സമിതിക്ക് പ്രധാനമായും 3 ഘടകങ്ങൾ ഉണ്ടായിരുന്നു: അസംബ്ലി, കൗൺസിൽ, സെക്രട്ടേറിയറ്റ്. ഏതൊക്കെയായിരുന്നു? അസംബ്ലി, കൗൺസിൽ, സെക്രട്ടേറിയറ്റ്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ഇതുകൂടാതെ ഒരു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും അന്താരാഷ്ട്ര തൊഴിൽ ഘടനയും ഉണ്ടായിരുന്നു. ഇതുകൂടാതെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയും സമിതിക്കുണ്ടായിരുന്നു. നെക്സ്റ്റ് ഫാസിസം. ഫാസിസവും നാസിസവും ഒക്കെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഒക്കെ ആയിട്ട് ചോദിക്കാം. ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ 1-ാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായിട്ടാണ് ഫാസിസവും നാസിസവും ഒക്കെ വന്നത്. 1-ാം ലോക യുദ്ധത്തിന്റെ ഫലമായിട്ടാണ് ഇറ്റലിയിൽ ഫാസിസവും ജർമ്മനിയിൽ നാസിസവും ഉടലെടുത്തത്. വളരെയധികം ആളുകൾക്ക് ജീവഹാനി നേരിട്ടതോടൊപ്പം യുദ്ധത്തിന്റെ കെടുതികളും കഷ്ടപ്പാടുകളും ഒക്കെ വളരെ വലുതായിരുന്നു 1-ാം ലോക മഹായുദ്ധം. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ അവിടെ ഭരിച്ചിരുന്ന ഗവൺമെന്റിന് കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് അവിടെ ഒരു രക്ഷകനെ പോലെ ആര് വന്നത്? ബെനിറ്റോ മുസോളിനി രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പൊ ഇവര് കഷ്ടപ്പെട്ട് യുദ്ധത്തിന്റെ കെടുതികളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രക്ഷകനെ പോലെ വന്ന ആളാണ് ബെനിറ്റോ മുസോളിനി. ജനങ്ങൾക്ക് ഒരു ശക്തനായ നേതാവിനെ കാത്തിരിക്കുകയായിരുന്നു. മുസോളിനിയെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായ ഫാഷിസത്തെയും ജനങ്ങൾ ഇരുകൈയും നീട്ടി അങ്ങ് സ്വീകരിച്ചു. കാരണം അദ്ദേഹം ഒരു രക്ഷകനായിട്ടാണല്ലോ വന്നത്. അപ്പോൾ ജനങ്ങൾ അത് ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഇനി ബെനിറ്റോ മുസോളിനിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യ കാലഘട്ടത്തിൽ മുസോളിനി ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനൊക്കെ തന്നെയായിരുന്നു. സോഷ്യലിസ്റ്റ് പത്രമായ അവന്തിയുടെ പത്രാധിപരായിരുന്നു അദ്ദേഹം. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ പത്രം അവന്തി. അദ്ദേഹം യുദ്ധത്തിൽ നിന്ന് പിരിഞ്ഞ പട്ടാളക്കാരെയും യുവജനങ്ങളെയും ഒക്കെ സംഘടിപ്പിച്ച് ഫാസിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകി. മുസോളിനിയുടെ അനുയായികളെ ബ്ലാക്ക് ഷർട്ട്സ് എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ മുസോളിനിയുടെ അനുയായികളെ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ബ്ലാക്ക് ഷർട്ട്സ്. ഇതും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്. രാഷ്ട്രത്തിന് അതീതമായോ രാഷ്ട്രത്തിനെതിരായോ യാതൊന്നും പാടില്ലെന്ന് ഫാസിസ്റ്റ് സിദ്ധാന്തം നിഷ്കർഷിക്കുന്നു. അപ്പൊ ഫാസിസ്റ്റ് സിദ്ധാന്തത്തിൽ പറയുന്നത് എന്താണ്? രാഷ്ട്രത്തിന് അതീതമായോ രാഷ്ട്രത്തിനെതിരായോ ഒന്നും ചെയ്യാൻ പാടില്ല. മറ്റെല്ലാ പാർട്ടികളെയും മുസോളിനി എന്ത് ചെയ്തു? നിരോധിച്ചു. ഫാസിസ്റ്റ് പാർട്ടിയുടെ ആദർശങ്ങൾ ജനങ്ങളുടെ മേൽ പിന്നെ അടിച്ചേൽപ്പിച്ച് പത്രം, സിനിമ, ഇങ്ങനെയുള്ള എല്ലാ റേഡിയോ, അങ്ങനെയുള്ള എല്ലാ മാധ്യമങ്ങളും ഫാസിസ്റ്റ് പാർട്ടിയുടെ അധീനതയിലാക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്? വേറെ എല്ലാ പാർട്ടികളെയും നിരോധിച്ചു. ഫാസിസ്റ്റ് ആദർശങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചു. പത്രം, റേഡിയോ, സിനിമ, അങ്ങനെയുള്ള എല്ലാ മാധ്യമങ്ങളും പാർട്ടിയുടെ അധീനതയിലാക്കി. ഇനി അദ്ദേഹത്തിന്റെ മറ്റ് പരിഷ്കാരങ്ങൾ: പൊതുചിലവ് വെട്ടിക്കുറച്ചു, നാണയ സ്ഥിരത കൈവരിച്ചു, വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അപ്പൊ പൊതുചിലവ് വെട്ടിക്കുറച്ചു, നാണയ സ്ഥിരത കൈവരിച്ചു, വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളെല്ലാം നടപ്പിലാക്കി. വിദേശ നയം യുദ്ധത്തെയും സാമ്രാജ്യത്വത്തെയും നീതീകരിക്കുന്നതായിരുന്നു. അപ്പൊ യുദ്ധത്തെയും സാമ്രാജ്യത്വത്തെയും നീതീകരിക്കുന്ന രീതിയിലുള്ള വിദേശ നയങ്ങളായിരുന്നു കൊണ്ടുവന്നത്.
1936 റോം, ബെർലിൻ, ടോക്കിയോ അച്ചുതണ്ട് രൂപീകരിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. അപ്പൊ 1936 എന്ത് രൂപീകരിച്ചത്? റോം, ബെർലിൻ, ടോക്കിയോ അച്ചുതണ്ട് രൂപീകരിക്കുന്നത്. ആ വർഷം 1936. അതിനകത്ത് മുഖ്യ പങ്ക് വഹിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തോടെ ഇറ്റലി പരാജയപ്പെടുകയും ഫാസിസ്റ്റ് ഭരണം അവസാനിക്കുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധത്തോടെ ഇറ്റലി പരാജയപ്പെടുകയും ഫാസിസ്റ്റ് ഭരണം അവസാനിക്കുകയും ചെയ്തു. നെക്സ്റ്റ്, നാസിസം. ഈ ഫാസിസത്തിന്റെ അതേ രീതിയൊക്കെ തന്നെയാണ് ഹിറ്റ്ലർ ഇവിടെ നാസിസത്തിൽ ഉപയോഗിച്ചിരുന്നത്. ഒന്നാം ലോക യുദ്ധത്തിന്റെ കെടുതികൾ ഏറ്റവും അധികം അനുഭവിച്ചത് ജർമ്മനിയിലായിരുന്നു. അപ്പൊ ഒന്നാം ലോകത്തിന്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ എവിടെയായിരുന്നു? ജർമ്മനിയിലായിരുന്നു. യുദ്ധത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ജർമ്മനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. ഭീമമായ ഒരു സാമ്പത്തിക തകർച്ച ജർമ്മനിക്ക് നേരിടേണ്ടി വന്നു. യുദ്ധാനന്തരം ജർമ്മനിയുമായി ഒപ്പുവെച്ച വേഴ്സായി ഉടമ്പടിയെ പല നിബന്ധനകളും രാജ്യത്തിന് അപമാനകരമായിരുന്നു. അപ്പൊ വേഴ്സായി ഉടമ്പടി എന്താന്നൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്, അതും ഷോർട്ടസി ആയിട്ടൊക്കെ പഠിക്കുക. അപ്പോൾ വേഴ്സായി ഉടമ്പടിയുടെ പല നിബന്ധനകളും രാജ്യത്തിന് തന്നെ അപമാനകരമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആകർഷകങ്ങളായ വാഗ്ദാനങ്ങളുമായിട്ട് നാസി പാർട്ടിയുടെ വക്താവ് അഡോൾഫ് ഹിറ്റ്ലറിന്റെ വരവ്. അപ്പൊ ഇങ്ങനെ ആകെ തകർച്ചയിൽ ഇരിക്കുന്ന ഒരു സമയത്ത് ആണ് ആര് വന്നത്? നാസി പാർട്ടിയുടെ വക്താവായിട്ടുള്ള അഡോൾഫ് ഹിറ്റ്ലർ ഒരുപാട് വാഗ്ദാനങ്ങളുമായിട്ട് ഇവിടേക്ക് വന്നത്. ഇനി നമുക്ക് ഹിറ്റ്ലറിനെ കുറിച്ച് പറയാം. അപ്പോൾ ഒന്നാം ലോക യുദ്ധാനന്തരം അസംതൃപ്തരായ ജനങ്ങളെ കോർത്തിണക്കി ഹിറ്റ്ലർ ഒരു നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി രൂപീകരിച്ചു. അതാണ് നാസി പാർട്ടി, നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി. അപ്പൊ ഹിറ്റ്ലർ രൂപീകരിച്ച പാർട്ടി ഏതായിരുന്നു? നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി. 1923 ഗവൺമെന്റിനെതിരെ കലാപം സംഘടിപ്പിച്ചതിന് ഹിറ്റ്ലറെ അറസ്റ്റ് ചെയ്തു. അപ്പൊ ഈ പാർട്ടി രൂപീകരിച്ചിട്ട് 1923 ഗവൺമെന്റിനെതിരെ കലാപം സംഘടിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹം ജയിലിലായി. അവിടെ വെച്ച് ഹിറ്റ്ലർ നാസിസത്തിന്റെ സുവിശേഷ ഗ്രന്ഥമായി അറിയപ്പെടുന്ന മെയിൻ കാംഫ് അഥവാ എന്റെ സമരം എഴുതിയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് എന്ത്? മെയിൻ കാഫ് അഥവാ എന്റെ സമരം. അത് അദ്ദേഹം എഴുതിയത് എവിടെ വെച്ചാണ്? ജയിലിൽ വെച്ചിട്ടാണ്. 1933 ജർമ്മൻ പ്രസിഡന്റ് ഹിൻഡൻബർഗ് ഹിറ്റ്ലറെ ചാൻസലറായി നിയമിച്ചു. അപ്പൊ 1933 ജർമ്മൻ പ്രസിഡന്റ് ഹിറ്റ്ലറെ ചാൻസലറായി നിയമിച്ചത്. 1934 ഹിൻഡൻബർഗ് അന്തരിച്ചപ്പോൾ ഹിറ്റ്ലർ ചാൻസലർ സ്ഥാനം പ്രസിഡന്റ് സ്ഥാനവും തന്നിൽ ഏകീകരിച്ച് പുതിയ ഭരണത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ ഹിൻഡൻബർഗ് 1934 അന്തരിച്ചപ്പോൾ ഹിറ്റ്ലർ എന്ത് ചെയ്തു? ചാൻസലർ സ്ഥാനവും അതേപോലെ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നല്ലോ ഹിൻഡൻബർഗ്, ആ പ്രസിഡന്റ് സ്ഥാനവും ഹിറ്റ്ലറിലേക്ക് തന്നെ ഏകീകരിച്ച് പുതിയ ഭരണത്തിന് തുടക്കം കുറിച്ചു. ഫാസിസത്തിന്റെ ജർമ്മൻ പതിപ്പായിരുന്നു നാസിസം. ഫാഷിസത്തിന്റെ ജർമ്മൻ പതിപ്പായിരുന്നു നാസിസം. സമഗ്രാധിപത്യത്തിൽ വിശ്വസിച്ച ഹിറ്റ്ലർ നാസി പാർട്ടി ഒഴികെയുള്ള മറ്റു പാർട്ടികളെ നിരോധിച്ചു. ഫാസിസത്തിൽ അത് തന്നെയായിരുന്നു, ആ പാർട്ടി ഒഴികെ ബാക്കിയെല്ലാം നിരോധിച്ചു. ഇവിടെയും അവർ അങ്ങനെ തന്നെ ചെയ്തു. ഗെസ്റ്റപ്പോ എന്നറിയപ്പെടുന്ന രഹസ്യ പോലീസിനെ നിലനിർത്തി. അപ്പൊ അഡോൾഫ് ഹിറ്റ്ലർ നിലനിർത്തിയ രഹസ്യ പോലീസിന് അറിയപ്പെടുന്ന പേര് ഗെസ്റ്റപ്പോ. എന്താണ് രഹസ്യ പോലീസ്? ഗെസ്റ്റപ്പോ. അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഹിറ്റ്ലറുടെ അനുയായികളെ തവിട്ടുകുപ്പായക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്. ഹിറ്റ്ലറുടെ അനുയായികളെ തവിട്ടുകുപ്പായക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടു. അടുത്തത് വംശ സിദ്ധാന്തം. ജനങ്ങളിൽ ശ്രേഷ്ഠന്മാർ ആര്യന്മാരാണെന്ന് ഹിറ്റ്ലർ വിശ്വസിച്ചു. ആര്യന്മാരിൽ ശ്രേഷ്ഠന്മാരായ ജർമ്മൻകാർ ജൂതന്മാരെ ഭൂമുഖത്തു നിന്നും നിഷ്കാസനം ചെയ്യുമെന്ന് നാസികൾ കരുതി. 1935 എല്ലാ ജൂതന്മാരെയും ഹിറ്റ്ലർ സർവീസിൽ നിന്ന് പുറത്താക്കി. ആയിരക്കണക്കിന് ജൂതന്മാരെ ജർമ്മൻ ജയിലുകളിൽ കോൺസെൻട്രേഷൻ ക്യാമ്പ് അടച്ചും പിന്നീട് ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് വംശ സിദ്ധാന്തത്തിൽ പറയുന്നത്.